നമസ്കാരം. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളായെങ്കിലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രചരണങ്ങളൊന്നും തീരുന്നില്ല. അതായത് ഗോസിപ്സ് ഒന്നും തീരുന്നതേയില്ല. അവസാനം സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾക്കെതിരെ പ്രതികരിച്ച് സുരേഷ് ഗോപി തന്നെ രംഗത്തെത്തേണ്ടി വന്നു. തന്റെ മകൾ ഭാഗ്യ വിവാഹ ദിനത്തിൽ അണിഞ്ഞ ആഭരണങ്ങളെല്ലാം തങ്ങളുടെ സമ്മാനമാണെന്നും അതെല്ലാം GST അടക്കം അടച്ചു വാങ്ങിയതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതവും വിദ്വേഷജനകവുമായ വിവരങ്ങളുടെ വെളിച്ചത്തിൽ ഭാഗ്യ ധരിച്ചിരുന്ന ആഭരണങ്ങൾ അവളുടെ മാതാപിതാക്കളുടെയും മുത്തശ്ശിയുടെയും സമ്മാനങ്ങളാണെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. GSTയും മറ്റെല്ലാ നികുതികളും ഉൾപ്പെടെയുള്ള ബില്ലുകൾ കൃത്യമായി അടച്ചാണ് ആഭരണങ്ങൾ വാങ്ങിയത്. ഡിസൈനർമാർ ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഒരാഭരണം ഭീമയിൽ നിന്നുള്ളതായിരുന്നു. ദയവായി ഇത് നിർത്തു. വൈകാരികമായി എന്നെയോ എന്റെ കുടുംബത്തെയോ തകർക്കരുത്. ഈ എളിയ ആത്മാവ് ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും പരിപാലിക്കാനും പ്രാപ്തനാണ്. ഇതായിരുന്നു സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ നിരവധി പേരാണ് സുരേഷ് ഗോപിയെ പിന്തുണച്ച് രംഗത്തെത്തിയത്. താങ്കൾ ശരിയായ പാതയിലാണ്, സധൈര്യം മുന്നോട്ട് പോകണം എന്ന അഭിപ്രായമാണ് ഏറെ പേരും പങ്കുവച്ചത്. ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യവുമില്ല. പട്ടികൾ അവിടെ കിടന്ന് ഓരിയിടട്ടെ, ഇങ്ങനെ പോകുന്നു കമന്റുകൾ. സുരേഷ് ഏട്ട, ഭാഗ്യയെ സ്വർണം കൊണ്ട് മൂടും ഈ നാട്ടിലെ ജനങ്ങൾ. അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ഒരു നിമിഷം വൈകില്ല. അത്രയ്ക്കും ഇഷ്ടമാണ് ആ ജനങ്ങൾക്ക് സുരേഷ് ഏട്ടനെ. ഗോസിപ്പും റൂമറും ഒക്കെ മറന്നേക്കൂ. നമ്മുടെ പ്രവൃത്തിയിലേക്ക് ശ്രദ്ധ വയ്ക്കുക. ശക്തമായി മുന്നോട്ട് പോകുക. ഞങ്ങൾ ലക്ഷക്കണക്കിന് പേരുടെ പിന്തുണയുണ്ട്. അതെല്ലാം മറന്നേക്കൂ. നേരിന്റെയും സത്യത്തിന്റെയും പാത എന്നും ദുർഘടമായിരിക്കും. താങ്കൾ ശരിയായ പാതയിലാണ്, സധൈര്യം മുന്നോട്ട് പോകുക എന്നിങ്ങനെ ഒട്ടേറെ കമന്റുകളാണ് ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ വരുന്നത്. ജനുവരി 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വൻ താരനിരയുടെയും സാന്നിധ്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നു ഭാഗ്യയുടെയും ശ്രേയസ് മോഹന്റെയും വിവാഹം. ഇരുവർക്കുമുള്ള വിവാഹഹാരം നൽകിയതും നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ നടന്ന സ്റ്റാർ വെഡ്ഡിംഗ് ആയിരുന്നു ഭാഗ്യ സുരേഷിന്റേത്. ഈ വിവാഹത്തിന് മോടി കൂട്ടുന്നതിനായി പുതുപുത്തൻ കാരവാനും സുരേഷ് ഗോപി പുറത്തിറക്കിയിരുന്നു. വിവാഹത്തിനെത്തിയ താരകുടുംബത്തിന് വിശ്രമിക്കാനും മറ്റുമായാണ് വിവാഹത്തോടനുബന്ധിച്ച് പുതിയ കാരവാനും എത്തിച്ചത്. ഭാരത് ബെൻസിന്റെ 1017 ഷാസിയിൽ കേരളത്തിലെ മുൻനിര കാരവാൻ നിർമ്മാതാക്കളായ കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഓജസ് ഓട്ടോമൊബൈൽസ് ആണ് സുരേഷ് ഗോപിയുടെ കാരവാൻ ഒരുക്കിയത്. പണികൾ പൂർത്തിയാക്കി വിവാഹത്തോടനുബന്ധിച്ചാണ് വാഹനം ഗുരുവായൂരിൽ എത്തിച്ചത്. ഓജസിന്റെ സ്റ്റേറ്റ്സ്മാൻ ഡിസൈനിലാണ് ഈ കാരവാൻ ഒരുക്കിയിരിക്കുന്നത്. അതേസമയം സുരേഷ് ഗോപിയുടെ ഇഷ്ടത്തിനനുസരിച്ച മാറ്റങ്ങളും ഈ ഡിസൈനിൽ വരുത്തിയിട്ടുണ്ട്. പേൾ വൈറ്റ് നിറത്തിലാണ് സുരേഷ് ഗോപിയുടെ കാരവാന്റെ ബോഡി. അതിൽ ഹെഡ്ലൈറ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ബ്ലാക്ക് ഇൻസേർട്ടുകളും നൽകിയിട്ടുണ്ട്. വാഹനത്തിന് മുമ്പിലായി SG എന്ന ഇലുമിനേറ്റ് ചെയ്യുന്ന ലോഗോയും നൽകിയിട്ടുണ്ട്. പിന്നിലൂടെയും സൈഡിലൂടെയും വാഹനത്തിനുള്ളിൽ പ്രവേശിക്കാനുള്ള സൗകര്യവും നൽകുന്നുണ്ട്. സ്ലൈഡ് ഔട്ട് സ്റ്റെപ്പാണ് സൈഡിലുള്ളത്. പ്രൊജക്ഷൻ ഹെഡ്ലാമ്പ് കൂടി ചേരുന്നതോടെ എക്സ്റ്റീരിയർ ഡിസൈൻ പൂർണ്ണമാകുന്നുണ്ട്. മികച്ച സൗകര്യങ്ങളോടെയാണ് ഈ കാരവാന്റെ ഇന്റീരിയർ ഒരുങ്ങിയിരിക്കുന്നത്. റോൾസ് റോയ്സ് കാറുകളിൽ നൽകിയിട്ടുള്ളതിന് സമാനമായ സ്റ്റാർലൈറ്റ് മൂഡ് ലൈറ്റിംഗുകളാണ് അകത്തളം സ്റ്റൈലിഷ് ആക്കുന്നത്. ടിവിക്ക് പകരം നൽകിയ പ്രൊജക്ടർ സ്ക്രീൻ, ട്രാവലിംഗ് മീറ്റിംഗ് റൂം, ബെഡ്റൂം, മേക്കപ്പ് റൂം, ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങളാണ് അകത്തളത്തിൽ ഒരുക്കിയിട്ടുള്ളത്. മികച്ച സൗകര്യങ്ങളോടെയാണ് ഈ കാരവാനിലെ ഡ്രൈവർ ക്യാബിനും ഒരുക്കിയിട്ടുള്ളത്. ഭാരത് ബെൻസിന്റെ 1017 BS6 ഷാസിയിലാണ് ഈ കാരവാൻ നിർമ്മിച്ചിരിക്കുന്നത്. 170 bhp പവറും 520 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. 7 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇതിൽ ട്രാൻസ്മിഷൻ ഒരുക്കുന്നത്. സുരേഷ് ഗോപിക്കായി ഓജസ് ഓട്ടോമൊബൈൽസ് ഒരുക്കുന്ന മൂന്നാമത്തെ കാരവാനാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. കുടുംബത്തിലെ ആദ്യ വിവാഹമായതിനാൽ തന്നെ ആർഭാടത്തിനും ഒരുക്കങ്ങൾക്കും യാതൊരു കുറവും ഉണ്ടാകില്ലെന്ന് സുരേഷ് ഗോപി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന ആദ്യ കാഴ്ചയാണ് പുറത്തു വന്നതും. മകൾ ഭാഗ്യയ്ക്കും മരുമകനും കോടികൾ വില വരുന്ന അതിമനോഹരമായ കാറാണ് സുരേഷ് ഗോപി സമ്മാനിച്ചത്. ഗുരുവായൂരിൽ വെച്ച് വിവാഹം കഴിഞ്ഞതോടെ ശ്രേയസിന്റെ മാവേലിക്കരയിലെ വീട്ടിലേക്കാണ് ഭാഗ്യയെയും കൂട്ടിക്കൊണ്ടു പോയത്. തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇരുവരും കൊച്ചിയിലെത്തിയത്. ഇരുവരും എത്തിയപ്പോൾ ഹോട്ടൽ മുറ്റത്ത് നവദമ്പതികളെ കാത്തിരുന്നത് സുരേഷ് ഗോപിയുടെ കിടിലൻ സമ്മാനമായിരുന്നു. അതെ, ഒരു റോൾസ് റോയ്സ് കാറായിരുന്നു സുരേഷ് ഗോപിയുടെ സമ്മാനം.
6 കോടി മുതൽ 10 കോടി വരെയായിരുന്നു ഒരു റോൾസ് റോയ്സിന്റെ വില. അത് തന്റെ മക്കൾക്കുള്ള വിവാഹ സമ്മാനം ആയിരുന്നതിനാൽ സുരേഷ് ഗോപി ഒട്ടും കുറച്ചില്ല. 10 കോടിയുടെ ഏറ്റവും മുന്തിയ മോഡൽ തന്നെയാണ് മകൾക്ക് വാങ്ങി നൽകിയിരിക്കുന്നത്. വിവാഹ റിസപ്ഷൻ നടക്കുന്ന കളമശ്ശേരിയിലെ ഓഡിറ്റോറിയത്തിന് മുൻപിൽ അലങ്കരിച്ചിരുന്ന ഈ കാറിലാണ് ഭാഗ്യയും ശ്രേയസും രാജകീയമായി എത്തിയതും. നന്ദി.